എന്ത് പണിയാ സാറ് കാണിച്ചേ? സാർ എനിക്ക് വാക്ക് തന്നല്ലായിരുന്നോ? ബാലഗോപാലം വക്കീല് എന്തുകൊണ്ട് ഹാജരായില്ലെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഗൗതമന്. അഡ്വക്കേറ്റ് ബാലഗോപാൽ നിസാരക്കാരനാണെന്നാണോ നീ കരുതിയത്? കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ரொம்ப കോസ്റ്റ്ലി. നിന്നെപ്പോലെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് സ്വപ്നം ഉള്ളിൽ കൊണ്ടു നടന്ന് ജീവിതം പാഴാക്കുന്ന ദരിദ്രവാസികളുടെ കൈപ്പിടിയിലൊന്നും ഒതുങ്ങില്ല ഈ നിൽക്കുന്ന സാറ്. ദുട്ടെറിയണം, ദുട്ട്. ചെക്കായിട്ട് എഴുതി പോക്കറ്റിൽ വെച്ചു കൊടുത്താൽ ഇതുപോലെ ഈ സാറ് കോടതിയിൽ വൈകി എത്തും. വൈകി എത്തിക്കാനും CKCക്ക് അറിയാമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? താനപ്പനെ ചതിക്കരുന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടലടാ. താൻ എന്താണോ എന്നെ കുറിച്ച് കരുതിയത്? ഇത് കോടതി വളപ്പാണ്, ഞങ്ങൾ വക്കീലന്മാരുടെ ലോകം. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വക്കീലിനെ കോടതി വളപ്പിൽ വെച്ച് പരസ്യമായി ഇങ്ങനെ പിടിച്ചാൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയാമോ? വീട് മോനെ, ആ കൈയെടുക്ക്. അല്ലെങ്കിലേ ഭാര്യയ്ക്കൊപ്പം ഭർത്താവും അകത്തു പോയി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ഈ വില കൂടിയ വക്കീലിനെ മോഹവില കൊടുത്ത് ഞാനിങ്ങ് സ്വന്തമാക്കി എന്തിനാണെന്നറിയാവോ? എന്നെ തോൽപ്പിക്കാൻ പലപ്പോഴും ബുദ്ധി ഉപദേശിച്ചു തന്ന അവളില്ലേ, ആ നിധി, അവള് ശിക്ഷയും വാങ്ങി ജയിലിലേക്ക് പോകുന്നത് കൺകുളിർക്കി ഒന്ന് കാണാൻ. നീ നോക്കിക്കോ ഗൗതം, ഈ വക്കീല് കൂടി കാല് മാറിയതോടെ നിന്റെ നിധിയുടെ കഥ കഴിഞ്ഞു. നിന്റെ അവസാന പ്രതീക്ഷയാ ഞാൻ പണമെറിഞ്ഞ് സ്വന്തമാക്കിയത്. പണമെറിഞ്ഞ് സ്വന്തമാക്കിയതല്ലേ? എനിക്ക് പാഴാക്കണ്ട. നിങ്ങളുടെ പണക്കൊഴുപ്പിന് മുമ്പിൽ കണ്ണു മഞ്ഞളിച്ചു പോയ ഈ ഭൂലോകം എടുക്കനായ വക്കീലിനെ CKC സ്വന്തം മാനസപുത്രിക്ക് വക്കീലായിട്ട് വെച്ചു കൊടുക്ക്. വാദിഭാഗം വക്കീലായി ശിവാനിക്ക് വേണ്ടി മറ്റന്നാൾ കേസ് വിളിക്കുമ്പോ നിങ്ങൾ തന്നെ ഹാജരാവണം. എന്നാലല്ലേ കോടതി മുറിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖത്തെ ചിരി മാറി നിന്ന് വിളറി വിയർക്കുന്നത് എനിക്ക് കാണാൻ പറ്റൂ. ആ, ഞാനീ പറഞ്ഞത് അമിത ആത്മവിശ്വാസമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. കാരണം നിധിക്ക് വേണ്ടി പ്രതിഭാഗം വക്കീലായി മറ്റന്നാൾ കോടതിയിൽ ഹാജരാകാൻ പോകുന്നത് ആരാണെന്ന് അറിയാവോ? നിസ്സാരക്കാരനല്ല, അഡ്വക്കേറ്റ് അർജുൻ മാധവ്. ഏത് അർജുൻ മാധവൻ? ആര് വന്നാലും നീ ഇനി നിധിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോകുന്നില്ല. തട്ടിപ്പിലും വെട്ടിപ്പിലും മാത്രം ശ്രദ്ധ ഒന്നുകൊണ്ടും ആരെ ചതിക്കാന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്നതുകൊണ്ടും അർജുൻ മാധവനെ CK ചന്ദ്രബോസിന് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അറിയില്ലെങ്കിൽ ഈ വിലക്കെടുത്ത കൂട്ടുകാരനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാ.